പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പോൾ ചുരം പാതയാണിത്. 9-ാം വളവ് വ്യൂ പോയിന്റിന് സമീപം കഴിഞ്ഞ ദിവസം അപകടം നടന്ന പ്രദേശമാണ് ദൃശ്യങ്ങളിൽ പ്രേക്ഷകർ കാണുന്നത്. ഈ ഭാഗത്താണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിലുള്ള അപകടം നടന്നത്. അപകടത്തിന് ശേഷം 2 ദിവസം നീണ്ട കഠിനമായ പരിശ്രമത്തിനൊടുവിൽ ഗതാഗതം ഭാഗികമായി തുറന്നു കൊടുത്തിരുന്നു. ഏതായാലും ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഭാഗത്താണ് അപകടം നടന്നത്. കല്ലും മണ്ണും ഉൾപ്പെടെയുള്ള മരങ്ങൾ ഉൾപ്പെടെ റോഡിലേക്ക് പതിച്ചു വീണ ഗതാഗതം പൂർണ്ണമായും സ്തംഭിക്കുകയായിരുന്നു. പിന്നീട് വാഹന ഗതാഗതം നിയന്ത്രിച്ചുകൊണ്ടാണ് ഇതുവഴിയുള്ള ഈ തടസ്സങ്ങളൊക്കെ തന്നെ നീക്കിയത്. ഏതായാലും ഇന്ന് വീണ്ടും അതേ സ്ഥലത്ത് വീണ്ടും പാറകൾ വീണ് അടർന്നു വീണ റോഡിലേക്ക് പതിച്ചതോടുകൂടി തന്നെ വീണ്ടും വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ ഭാഗികമായി മാത്രമാണ് താൽക്കാലികമായി നിയന്ത്രിത അളവിൽ ഗതാഗതം സാധ്യമാക്കിയിട്ടുണ്ട്. ചെറിയ വാഹനങ്ങൾക്ക് ചുരത്തിലൂടെ അനുമതി നൽകുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് ഈ സമയത്ത് ഈ മണിക്കൂറിൽ നൽകാനുള്ളത്. ഏതായാലും ഇത്തരത്തിൽ കനത്ത മഴ ഈ മേഖലയിലുണ്ട്. ആ മഴ പെയ്യുന്നതാണ് പ്രധാനമായും തടസ്സം നേരിടുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിൽ തന്നെയാണ് കൃത്യമായി തന്നെ വാഹനങ്ങൾ നിയന്ത്രിച്ച് തടസ്സങ്ങൾ നീക്കി വീണ്ടും വാഹനങ്ങൾക്ക് സുഗമമായി തന്നെ യാത്ര ഒരുക്കുന്നതിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങളാണ് അധികൃതർ ഒരുക്കിയിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഭാഗത്താണ് ഇത്തരത്തിൽ രാവിലെ വീണ്ടും കല്ലുകൾ താഴേക്ക് പതിച്ച് അപകട ഭീഷണി സൃഷ്ടിച്ചത്. ഇത്തരമൊരു സാഹചര്യത്തിൽ വീണ്ടും വാഹനങ്ങൾ നിയന്ത്രിച്ചു. ഏതായാലും ഇപ്പോൾ വാഹനങ്ങൾക്ക് ഇതുവഴി യാത്ര അനുമതി നൽകിയിട്ടുള്ള അടിയന്തര സാഹചര്യങ്ങളിൽ കടന്നു പോകുന്ന വാഹനങ്ങൾക്ക് മാത്രമാണ് നിലവിൽ യാത്ര അനുമതി നൽകിയിരിക്കുന്നത്. ഇത്തരത്തിൽ ആംബുലൻസ് അടക്കം ഇങ്ങോട്ട് വരുന്ന ദൃശ്യമാണ് നമ്മൾ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇത്തരത്തിൽ അടിയന്തര സാഹചര്യങ്ങളുള്ള വാഹനങ്ങൾ മാത്രമാണ് നിലവിൽ താമരശ്ശേരി ചുരം വഴി യാത്ര അനുമതി നൽകിയിട്ടുള്ളത്. ഏതായാലും ഇന്ന് തന്നെ ഈ തടസ്സങ്ങളൊക്കെ നീക്കി. കനത്ത മഴയുണ്ട്, അതുകൊണ്ട് തന്നെ കാലാവസ്ഥ അനുകൂലമല്ല. ഇത്തരമൊരു സാഹചര്യത്തിൽ അപകട ഭീഷണി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നിയന്ത്രിത അളവിൽ വാഹനങ്ങൾക്ക് ചുരത്തിലൂടെ അനുമതി നൽകാൻ തന്നെയാണ് ജില്ലാ ഭരണകൂടങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം 2 ജില്ലാ ഭരണകൂടങ്ങൾ തമ്മിൽ ഏകോപനമില്ല എന്നൊരു തരത്തിലുള്ള ആരോപണങ്ങളും പരാതികളും ഉയരുന്നുണ്ട്. ഏതായാലും നിലവിൽ ഇപ്പോൾ ചുരത്തിൽ അവിടെ കുടുങ്ങിക്കിടക്കുന്ന തരത്തിലുള്ള വാഹനങ്ങൾക്ക് അനുമതി നൽകുന്നുണ്ട്. അവ യഥേഷ്ടം കടത്തിവിടുന്നുണ്ട്. ഏതായാലും ഇത്തരത്തിൽ വാഹനങ്ങൾക്ക് നിയന്ത്രിതമായ അളവിൽ വാഹനങ്ങൾ കടത്തിവിട്ട് നിയന്ത്രണം തുടരും. പക്ഷേ ഇത്തരത്തിൽ വന്ന് കുടുങ്ങിക്കിടക്കുന്ന ചെറിയ വാഹനങ്ങളെ ഇത്തരത്തിൽ ചുരത്തിലൂടെ അനുമതി നൽകി ചുരത്തിലൂടെ യാത്രാ അനുമതി നൽകാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും ഇത്തരത്തിൽ കനത്ത മഴ പെയ്യുന്ന ഒരു സാഹചര്യത്തിൽ നിയന്ത്രണങ്ങൾ തുടർന്ന് തന്നെ ഈ തടസ്സങ്ങൾ നീക്കം ചെയ്യാനുള്ള പ്രവർത്തനമാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്.